Hello, hi, dear friends. അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു. നമ്മുടെ എന്താ പറയുക ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എന്താ പറയുക വിൻ്ററിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ. വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം കഴിഞ്ഞു, സീസൺ ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ശൈത്യകാലം, അതായത് നമ്മുടെ വിൻ്റർ സീസൺ. നവംബർ ഡിസംബർ ഇതെല്ലാം തണുപ്പ് കാലമാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ഭയങ്കര തണുപ്പൊന്നും ഇല്ലെങ്കിലും ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയൊക്കെ ബാധിക്കും. അപ്പോൾ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിരിക്കണം സ്കിന്ന്, ഓൾവേസ്. ആൻഡ് ഓൾസോ സ്കാൽപ്പ്, ഹെയർ എല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കണം. അതും ഡ്രൈ ഔട്ട് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മുടി ഒഴിച്ചിൽ വരുന്ന സമയവും ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സിനെ കുറിച്ചാണ്. ഈ ഒരു സമയത്ത് സ്കിന്ന് മാത്രമല്ല, നമ്മുടെ ലിപ്സും ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, അല്ലാണ്ട് വന്നിരിക്കുവാണ്. കാരണം ലിപ്സിനെ കുറിച്ചാണ് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഡെമോ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഈ ലിപ്സിൻ്റെ കാര്യം പറയുമ്പോൾ ലിപ്സ് എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണം. നല്ലതായിട്ട് നമ്മളെപ്പോഴും ലിപ്സിനെ കെയർ ചെയ്യണം ഈ ഒരു സമയത്ത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രബ്. ഈ എന്താ പറയുക ഫേസിൽ സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ ലിപ്സിലും സ്ക്രബ് യൂസ് ചെയ്യണം. സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ് യൂസ് ചെയ്യേണ്ടത്. സ്ക്രബ് എന്ന് വെച്ചാൽ എന്താ ചെയ്യണം, ഇങ്ങനെ ഉരച്ചരച്ച് ചെറിയ തരികളോട് കൂടിയുള്ള കാര്യം വെച്ചിട്ടായിരിക്കും മിക്കവാറും സ്ക്രബ് ചെയ്യുന്നത്. ആ സ്ക്രബ് ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു, ആ ഡെഡ് സ്കിൻ എല്ലാം പോകുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കിട്ടും. അതൊരു കാര്യം. രണ്ടാമത് ചെയ്യേണ്ട, അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഒരാഴ്ചയിൽ 2-3 ദിവസം ചെയ്തോളൂ, സ്ക്രബ് ചെയ്തോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ലിപ്സിൽ ഒരു ബാം പോലെ ഒരു കാര്യം ഇടണം. അത് നമുക്ക് DIY ആയിട്ട് തന്നെ ചെയ്യാം. അതിട്ട് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും, കുറച്ചുകൂടി കളറെല്ലാം വരും. നല്ല എന്താ പറയുക സോഫ്റ്റ് ആൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എനിക്ക് പറയാനില്ല. സോഫ്റ്റ് ആയിരിക്കണമല്ലോ ലിപ്സ് എപ്പോഴും, പിന്നെ ഡ്രൈ ആകാണ്ടിരിക്കണം. പിന്നെ അതുപോലെ നല്ലൊരു ലൈറ്റർ ഷെയ്ഡായിട്ടും മാറും. ആ ഡാർക്ക്നെസ് ഒക്കെ മാറി കിട്ടും. സ്കിന്ന് നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ കഥ പറഞ്ഞാൽ ലിപ്സും ചിലപ്പോൾ ഡാർക്ക് ആകാറുണ്ട് മിക്കവാറും എല്ലാവർക്കും. അപ്പോൾ ആ ഡാർക്ക്നെസ്സും മാറി കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ആദ്യം ഒരു സ്ക്രബ് എന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര, തരിയാണ്, കുറച്ച് ഗ്രാനുവൽസ് വേണം, പഞ്ചസാരയുടെ തരിയും, അതോടൊപ്പം ഒരൽപ്പം കോഫിയുടെ കളറ് ബ്രൗൺ ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നല്ല കളർ കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറിലേക്കാണ് പോകുന്നത്. നമുക്ക് ബ്രൈറ്റൻഡ് ആക്കും നമ്മുടെ സ്കിന്നാണെങ്കിലും എനി പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ലൈറ്റൻഡ് ആക്കും. അപ്പോൾ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് ഒരു 1/4 ടീസ്പൂൺ കോഫി എടുത്തു. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങാനീര്, അല്പം മതി, ഒരുപാട് വേണ്ട. ഒരു 1/4 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു മിക്സിങ്. ഇനി അത് വെച്ചിട്ട് ആണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. കോഫിയും നാരങ്ങ ആൻഡ് ഷുഗർ, പഞ്ചസാര തരികളാണ് സ്ക്രബിന് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോഫിയൊക്കെ വായിക്കാൻ തോന്നും. നമുക്ക് വാഷ് ചെയ്യാം. കോട്ടൺ പാഡ് കുറച്ച് വെള്ളം മുക്കിയിട്ടാണ് തുടച്ചെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ടല്ലേ ലിപ്സിന്. ഇത് കോട്ടൺ പാഡാട്ടോ, അല്ലെങ്കിൽ പഞ്ഞി വെച്ച് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ ചുണ്ടിലെ ഡെഡ് സ്കിന്നെല്ലാം പോകും. അപ്പോൾ ചുണ്ടിൻ്റെ സ്ക്രബ് ഇസ് ഓവർ. ഇത് എല്ലാ ദിവസവും വേണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ മതി. ഓൾട്ടർനേറ്റ് ഡേയ്സ്, 1 രാടുമ്പോൾ 2 ദിവസത്തേക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുരിഞ്ഞിളകിയിരിക്കുന്ന സ്കിന്ന്, ചുണ്ടൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരില്ല, അതെല്ലാം ഒരു ശമനമാണ്. അപ്പോൾ ആ ഭാഗമെല്ലാം പോയിട്ട് കുറച്ചുകൂടി നീറ്റാവും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയി. ഇനി ഇതിലാണ് ബാം നമ്മൾ ഉണ്ടാക്കി പുരട്ടുന്നത്. ഇനി രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു എക്സസൈസ് കൊടുക്കാൻ ചുണ്ടിന്. ദാറ്റ് ഈസ് ലിപ്സിനെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നമ്മളൊന്ന് പമ്പപ്പ് ചെയ്യാം. ഒരു എക്സസൈസാണത്. അത് എല്ലാ ദിവസവും ചെയ്താൽ നല്ലതാണ്. നല്ലൊരു പ്ലം ആയിട്ടുള്ളൊരു ലിപ്സായിട്ട് മാറും. blood circulation ഒക്കെ കൂടും ലിപ്സിൻ്റെ.
ചെറിയൊരു പോട്ടിങ്ങനെ കൊടുത്തിട്ട് ഇപ്പം തന്നെ ചെറിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാം. എക്സസൈസ് കഴിയുമ്പോൾ തന്നെ ലിപ്സ് കുറച്ചുകൂടിയൊക്കെ ഒരു പ്ലം അപ്പ് ആകും. അപ്പോൾ ആ ഒരു പാർട്ടും കഴിഞ്ഞു. കുറച്ച് നേരം ചെയ്താൽ നല്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഡെഡായിട്ടുള്ള എൻ്റെ സ്കിന്നെല്ലാം ലിപ്സിൻ്റെ സ്കിന്നെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദിവസവും ഇടാൻ പറ്റുന്ന ഒരു ബാം തയ്യാറാക്കാം. അത് ഈ ഒരു വിൻ്റർ സീസണിന് പറ്റിയ കാര്യമാണ്. അതിൽ ചേർക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രധാനമായിട്ട് നാരങ്ങാനീരുണ്ട്, പിന്നെ എന്താ ഗ്ലിസറിൻ ഉണ്ട്, പിന്നെ അതുപോലെ അലോവേറ ജെല്ലുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അതിൽ അലോവേറ ജെല്ലാണെങ്കിലും എന്താ പറയുക, ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കുന്നതും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കുന്നതും സ്കിന്നിനെ, ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതും ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസൊക്കെ കുറയ്ക്കും, കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതുപോലെ നാരങ്ങാനീരാണെങ്കിലും വളരെ വളരെ നല്ലൊരു കാര്യം, വൈറ്റമിൻ സി ആണ്. പിന്നെ അത് മാത്രമല്ല ലൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പിന്നെ വരുന്ന ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ആണെങ്കിലും സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് അതിങ്ങനെ പിടിച്ചു വെക്കുന്നൊരു കാര്യമാണ് ഗ്ലിസറിൻ. അത് മാത്രമല്ല അത് ഭയങ്കരമായിട്ട് ലൈറ്റൻ ചെയ്യും. പിന്നെ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കും, ആ ഡാർക്ക്നെസ് ഓഫ് ദ സ്കിൻ കുറച്ച് തരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗ്ലിസറിനും ഉണ്ട്. ലിപ്സും ഗ്ലിസറിനും നമുക്ക് നല്ല ചേർച്ചയാണ്. നല്ല പിങ്ക് ആക്കി തരും, നമ്മുടെ ലിപ്സിനെ നല്ല കളർ ഭയങ്കര ഒരു ലൈറ്റ് ഷെയ്ഡാക്കി മാറ്റിത്തരും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ വരുന്ന ഒരു കാര്യം, സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. നെയ്യ്, നല്ല ശുദ്ധമായ പശുവിൻ്റെ നെയ്യ്. ആ നെയ്യ് ചേർക്കുന്നതോടുകൂടി അത് വേറൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നെയ്യും കൂടി വന്നു കഴിയുമ്പോൾ നെയ്യും നമുക്ക് ഭയങ്കരമായിട്ട് മോയ്സ്ചർ തരുന്നൊരു കാര്യമാണ്. ധാരാളം വൈറ്റമിൻസ് നെയ്യിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായി വരും, നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാകും, നല്ലൊരു ലൈറ്റ് പിങ്കിഷ് കളറാകും. പിന്നെ ഈ ഒരു എന്താ പറയുക, തണുപ്പ് കാലത്തിനെ നന്നായിട്ട് അതിജീവിച്ച് നമുക്ക് ആ ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ടിരിക്കും. ഇപ്പം നാട്ടിലെ ആൾക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ മാഞ്ചസ്റ്ററിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയാം. അപ്പോൾ തണുപ്പ് രാജ്യങ്ങളിൽ, അങ്ങനെ വെസ്റ്റേൺ കൺട്രീസിൽ എവിടെയാണോ നല്ല തണുപ്പുള്ള സ്ഥലം, അവിടെയുള്ള നമ്മുടെ ആൾക്കാർക്കെല്ലാം, യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഇത് ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു വിൻ്റർ സ്കിൻ കെയർ ഓഫ് ലിപ്സ് നടക്കുന്നത്. അപ്പോൾ ഇനി മിക്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നാരങ്ങാ നീര് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് അലോവേറ ജെല്ലും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ നിറച്ചിട്ടു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിനും ആകാം, അല്ലാത്ത ഗ്ലിസറിൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആനിമൽ ബൈ പ്രോഡക്റ്റ് ആയിട്ടും ഗ്ലിസറിൻ കിട്ടും, പക്ഷേ വെജിറ്റബിൾ ബേസ്ഡ് ആയിട്ടും കിട്ടും, പ്ലാൻ ബേസ്ഡ്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ബേസ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലിസറിൻ ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ. ഇനി ഇതിനകത്തേക്കാണ് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നത്, നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്, അതും കൂടി ചേർക്കാം. ഇതിപ്പോൾ ഉരുക്കിയ ഫോമിലല്ല, അല്ലാണ്ട് ചേർക്കുകയാണ്. ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, പക്ഷെ അത് കാര്യമാക്കണ്ട. അപ്പം നെയ്യും കൂടി ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ, നെയ്യ് മിക്സ് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടാണ്, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് യോജിപ്പിച്ചാൽ മതി. കുറച്ചൊരു സെമി ലൂസ് സ്ട്രക്ചറായിരിക്കും, അത് കാര്യമാക്കണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പാത്രത്തിലാക്കി വയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിൽ നിന്നും കുറച്ചെടുക്കുക. എന്നിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഗ്ലിസറിൻ ഉണ്ട്, നാരങ്ങാ നീരുണ്ട്, ആൻഡ് നെയ്യ്, ഇത്രയും കാര്യങ്ങൾ. ചുണ്ടിന് ചുറ്റുമുള്ള എക്സ്ട്രാ പോകുന്നത് ഞാൻ തുടച്ചതാണ്. കറക്റ്റ് ലിപ്സിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ രാത്രി മാത്രം ആക്കണ്ട, നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോഴെല്ലാം പറ്റുമ്പോൾ അപ്പോഴെല്ലാം ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ യൂസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഈ നെയ്യുടെ ഭാഗമെല്ലാം കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും, അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. ഇത് കഴുകി കളയൊന്നും വേണ്ട, ഇത് ഇങ്ങനെ ലിപ്സിൽ കിടക്കട്ടെ. അത് സ്വാഭാവികമായിട്ട് ലിപ്സ് റിപ്പയർ ചെയ്യും.
ഒരു നാച്ചുറൽ റിപ്പയറിങ് ഇതുണ്ടാകും. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഈ നെയ്യൊക്കെ ചേർക്കുന്നുണ്ടുള്ള ഗുണമാണ്. മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യും. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളും. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നതാണ്. ലിപ്സിലെ കറുത്ത നിറം കുറയ്ക്കുന്നതും ലിപ്സ് കുറച്ചുകൂടി പിങ്ക് ആക്കി തരുന്നതും സോഫ്റ്റ് ആക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഏത് നോക്കിയാലും ഇപ്പോൾ ഗ്ലിസറിൻ ആണെങ്കിലും എല്ലാം അത് തന്നെയാണ്. മോയ്സ്ചർ ലോക്കിംഗ് ടെക്നിക്കാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ നല്ലതാണ്. നാരങ്ങാനീരാണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും നെയ്യാണെങ്കിലും ആലോe vera ജെല്ലാണെങ്കിലും എല്ലാം ഓക്കെയാണ്. ഒരു ക്രീം ടെക്സ്ചർ ആയിരിക്കില്ല, കുറച്ചൊരു വാട്ടറി ടെക്സ്ചർ ആയിരിക്കും. എങ്കിലും നമ്മുടെ ഒരു ബാമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ആ നെയ്യുടെ ഭാഗം കൂടി ഉള്ളതുകൊണ്ട് അതിങ്ങനെ ശരിക്കും നല്ല ഒരു ബാമിൻ്റെ ഫിനിഷ് തരും. നമ്മളത് എടുത്തിങ്ങനെ പുരട്ടുമ്പോൾ ആ നെയ്യ് ഇച്ചിരി കയ്യിലിങ്ങനെ ഒട്ടി വരും. ഇട്ട് കൊടുക്കുക. ഓക്കെ ആണെന്നുണ്ടല്ലോ. ലിപ്സിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്ത്. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ ദിവസം മൾട്ടിപ്പിൾ ടൈംസ് ഇടാം. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പറ്റുന്ന പോലെയൊക്കെ ഇട്ട് കൊടുക്കുക. ഫ്രിഡ്ജിലല്ലേ വെച്ചിരിക്കുന്നത്, അവിടെ നിന്ന് എടുക്കുക, ശകലം ഒന്ന് പുരട്ടിക്കൊണ്ട് നടക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുക. ഭയങ്കരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വിഷയം ഇതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നയർ വ്ളോഗ്സ്. ലവ് യു.